ഞാൻ ഓരോ സ്ഥലത്തും ഓരോ ഐഡന്റിറ്റിയിലുള്ള ആളാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ലോങ് ടേം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇപ്പോഴും. ഉണ്ട്. But I contact them only once in 6 months or 3 months. അവരാരും ഫോൺ എടുക്കാൻ ഒരു കോൺവെർസേഷൻ കഴിയാൻ ഒരുപാട് വർഷം എടുക്കും. Hi, hello everyone. Welcome to ICG. So 2025 ആദ്യത്തെ ജീത്തു ജോസഫ് മൂവി വരുവാണ്. സ്റ്റാറിംഗ് ആസിഫ് അലി, അപർണ ബാലമുരളി, അന്ന റജി കോശി ആൻഡ് ഹക്കീം ഷാ. സോ എല്ലാവരും എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട്, along with the director ജീത്തു ജോസഫ് സർ. സോ മിരാഷ് മൂവിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹായ് എവറിബഡി, വെൽക്കം. ഹായ് കാ. അപ്പം ഈ മിരാഷ് എന്ന് പറയുന്ന സംഭവം സർ, ഞാൻ എന്താണെന്ന് ഗൂഗിളിൽ നോക്കിയപ്പോൾ ഈ ഫിനോമിനൻ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ കാറിൽ പോകുമ്പോൾ ദൂരെ റോഡിൽ വെള്ളം കിടക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ തോന്നും, പക്ഷെ നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ ഇറ്റ് ഫെയ്ഡ്സ് അവേ. അത് തന്നെയാണ് ഇതിന്റെ ടാഗ് ലൈനിലും പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ടാഗ് ലൈൻ മൂവിയായിട്ട് അസോസിയേറ്റഡ് ആവുന്നത്? ബേസിക്കലി സിനിമയുടെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ സിനിമയുടെ സ്വഭാവം അതാണ്. നമ്മൾ ഒരു അപർണയുടെ ക്യാരക്ടറും എന്താ പറയുക ആസിഫിൻ്റെ ക്യാരക്ടറും ഇവരുടെ ഒരു യാത്രയുണ്ട്. അതിനകത്ത് ഹന്നയുടെ കൊളീഗാണ്, ഹക്കീമും കൊളീഗാണ്. അപ്പോൾ ഇവരുടെ ആ യാത്രയിൽ ഇവരിങ്ങനെ പോകുമ്പോൾ ഓക്കെ ഇതാണ് ഞങ്ങളുടെ മുന്നിലെ പ്രശ്നം എന്ന് ഓർത്ത് ചെല്ലുമ്പോൾ അതല്ല പ്രശ്നം, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവം. അപ്പം സ്റ്റോറി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളും അപ്പൊ കുറെ ട്വിസ്റ്റുകൾ ഉണ്ടാകും എന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്ന് പ്രതീക്ഷിക്കാം. സർ, എന്താണെന്നറിയോ, ജീത്തു ജോസഫ് സാറിന്റെ ഓരോ സിനിമയെ പറ്റിയിട്ട് ഇപ്പൊ ഞാൻ കൂമനൊക്കെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പൊ സാറൊക്കെ എപ്പോഴും പറയും ചെറിയ സിനിമയാണെന്ന് പറയും, പക്ഷേ ഇറ്റ് ഓൾവേസ് കംസ് ഇൻ എ സ്മോൾ പാക്കറ്റ്, പക്ഷേ ബിഗ് മൂവി ആയിരിക്കും. അപ്പൊ സാർ ഇവിടെ ഇരുന്നിട്ട് ഈ കഥ ഇങ്ങനെ പറഞ്ഞപ്പോ ആസിഫിക്കാന്റെ മുഖത്തേക്ക് ഞാൻ നോക്കാം, എനിക്ക് ഇങ്ങനെ ആകായിരുന്നു. അപ്പം കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞത്? കഷ്ടപ്പെട്ടൊരു ഇക്ക ശരിക്കും ഇരിക്കണ്ടായിരുന്നു. നിങ്ങളൊന്ന് പ്രിവ്യൂ എടുത്ത് നോക്കിയോ. എന്ത് പറയണമെന്ന് ആലോചിക്കുമായിരുന്നു ഞാൻ. അല്ല, അതായത് ഞാൻ എല്ലാം കയറി പറഞ്ഞു ഞാൻ എന്ത് പറയും? കാരണം ഇങ്ങനെ ഒന്ന് ജിത്തു സാറിന്റെ സിനിമയുടെ പ്രൊമോഷൻ ഒന്നും ഇരിക്കുമ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന കിഷ്കിൻഡകാണ്ഡം ചെയ്തപ്പോഴും ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല, രേഖാചിത്രം ചെയ്തപ്പോ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. എല്ലാം സ്പോയിലർ ആവോ എന്നുള്ള പേടിയായിരുന്നു. എനിക്ക് തോന്നുന്നു അപ്പൊ സിനിമ റിലീസിന് ശേഷം ഇന്റർവ്യൂസ് വെക്കും അല്ലേ? ഇതിപ്പോ എന്താണെന്നറിയോ, ഇതിന്റെ ആദ്യത്തെ ഫസ്റ്റ് പോസ്റ്റർ കണ്ടിട്ടാണ് ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ എനിക്കുണ്ട്. മറുപടി തരില്ല എന്നുള്ളത്. ഞങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്ത് സപ്പോസ് ഇതിനകത്ത് വലിയൊരു സസ്പെൻസ് ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, ഞങ്ങളുടെ രസം പോകും. അതെ, അപ്പൊ റെസ്റ്റോറന്റ് മുറിക്കാതെ നമുക്ക് ഇന്റർവ്യൂ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് നോക്കാം. ഇക്ക പറയൂ, ഇക്കയുടെ ക്യാരക്ടർ. എന്റെ ക്യാരക്ടറിന്റെ പേര് അശ്വിൻ എന്നാണ്, അശ്വിൻ കുമാർ. അശ്വിന് ഭയങ്കര എളുപ്പമായിരുന്നു എനിക്ക് ചെയ്യാൻ. കാര്യം അശ്വിൻ ഒരു ഓൺലൈൻ ജേർണലിസ്റ്റ് ആണ്. പക്ഷെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്വഭാവമുള്ള ഓൺലൈൻ പേജിന്റെ അതില് എല്ലാ മെയിൻ സംഘാടകനും നടത്തിപ്പുകാരനും ഒക്കെയാണ്. അപ്പം പക്ഷെ അശ്വിന് ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിരിക്കണം. താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ പരിപാടിയല്ല. അശ്വിൻ എന്താണോ ആളുകൾ പറയാൻ മടിക്കുന്നത് ആ ന്യൂസ് കൃത്യമായി ആളുകളിലേക്ക് തെറ്റിദ്ധരിക്കപ്പെടാതെ വളച്ചൊടിക്കപ്പെടാതെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അശ്വിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇവരുടെ ഒരു പ്രശ്നത്തില് തലയിട്ട് ആ തല അതിൻ്റെ അകത്ത് പെട്ടുപോയി ഇവരുടെ കൂടെ പെട്ടുപോകുന്ന ഒരു ക്യാരക്ടറാണ് അശ്വിന്റെ. ഓക്കെ, എവിടെയോ ഇരുന്ന ഒരു വയ്യാവേലി എടുത്ത് വെച്ച പോലെ ആയിരിക്കും. വയ്യാവേലിയല്ല, പുള്ളിക്കും അതിനകത്തൊരു കാര്യം അറിയാൻ വേണ്ടി ചെന്ന് കയറിയതാ. പക്ഷെ അതിങ്ങനെ ഒരു ഊരാ കൊടുക്കാവൂന്ന് വിചാരിച്ചില്ല. അത്രയൊക്കെ നമ്മള് ജീത്തു സാറിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചരണ്ടി എടുത്ത് തന്നിട്ടുണ്ട്. ഇനി അപർണ പറയൂ. എന്റെ ക്യാരക്ടർ അഭിരാജി എന്നാണ് പേര്. ഒരു ഫിനാൻസ് കമ്പനിയിലെ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനും ഹക്കീം ചേട്ടനും ഹന്നയും ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളെല്ലാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിന്റെ ബേസിസിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്കാണ് ഇക്കാരുടെ ക്യാരക്ടർ കൂടെ കയറി വരുന്നത്. അപ്പം നമ്മള് പിന്നെ ഒരുമിച്ച് എന്താണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തിലേക്കാണ് എത്തേണ്ടതെന്നുള്ളത് നമ്മള് നോക്കുന്ന ആ ജേർണിയാണ് മൂവി. നമ്മളിപ്പോ ഓരോന്നിലെത്തുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഇതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പൊ പറയല്ല, അതൊക്കെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് പെട്ടെന്ന് അപ്പ് പറഞ്ഞപ്പോ എന്താ ഓർമ്മ അറിയോ,
വെനീസിലെ വ്യാപാരിയില് സുരാജ് നേരമോട് പറയും ഇതിനെ പറ്റി പറയുകയാണ്. ഇത് വളരെ ഇതൊരു വലിയ നല്ല ഇതാണ്. ഇതാണ് ഇതിന്റെ അതാണ് ഇത്. അതേപോലെ എന്താ അപ്പുറ ക്യാരക്ടർ നെയിം? അഭിരാമി. അഭിരാമി. ഓക്കെ, ഹന്ന പറയൂ എന്താണ് ക്യാരക്ടർ നെയിം? കൊളീഗ് ആണെന്ന് മനസ്സിലായി. വേറെ കൂടുതലൊന്നുമില്ല. ഐ എം പ്ലേയിങ് എ കൊലീഗ്, കുറച്ച് ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ലൈക്ക് റിഗാർഡിങ് ഹർ. അഭിരാമിനെ പറ്റി ലൈക്ക് എപ്പോഴും ഞാൻ കൂടുതൽ കോൺഷ്യസ് ആയിരിക്കും അഭിരാമിയുടെ ഓരോ മൂവ്മെന്റ്സിന്റെ കാര്യങ്ങൾ. ബെസ്റ്റ് ഫ്രണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. സോ മൈ ക്യാരക്ടർ നെയിം ഇസ് ഋതിക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? റിയൽ ലൈഫിലും ഞാൻ ഇതുപോലെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഓവർ പ്രൊട്ടക്റ്റീവ് ആണ്. സോ ദാറ്റ് ഈസ് ലൈക്ക് അത് ആപ്ലിക്കബിൾ ആണ്. ഋതികയും അഭിരാമി ബോണ്ടിലും അതുപോലെ തന്നെയാണ്. ലോങ് ടേം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇപ്പോഴും? ഉണ്ട്. ബട്ട് ഐ കോണ്ടാക്ട് ദം ഓൺലി വൺസ് ഇൻ 6 months or 3 months. അവരാരും ഫോൺ എടുക്കാത്ത അല്ല, അവർക്കറിയാം എന്റെ സ്വഭാവം. മുങ്ങിയായാലും മുങ്ങും. പിന്നെ എനിക്ക് ഒരു സോളിറ്ററി ലൈഫാണ് ഇഷ്ടം. അപ്പം പൊങ്ങുമ്പോ അവർക്കറിയാം. ബട്ട് ഞങ്ങൾ എവിടെ കോൺവെർസേഷൻ നിർത്തിയോ അന്നേരം തൊട്ടാ തുടങ്ങുന്നത്. ബട്ട് ദി അണ്ടർസ്റ്റാൻഡ് മീ, ദേ നോ മീ. ഒരു കോൺവെർസേഷൻ കഴിയാൻ ഒരുപാട് വർഷം എടുക്കും. അല്ല, ചില ഫ്രണ്ട്സ് ഉണ്ടാവും അങ്ങനെ കുറെ എപ്പോഴും വിളിച്ചിട്ട് അങ്ങനെ ഒരു മെയിൻ്റെനൻസ് വേണ്ടാത്ത ഫ്രണ്ട്സ് ചിലര് നമുക്കുണ്ടാകും. പക്ഷെ 6 മാസം കഴിഞ്ഞ് കാണുമ്പോഴും ആ പഴയ ആ ഒരു ഇതുണ്ടാവും. ആ ഒരു ബോണ്ട് അങ്ങനെ തന്നെ ഉണ്ടാകും. ഇക്ക എങ്ങനത്തെ ഫ്രണ്ടാണ് ഇക്ക? അങ്ങനെ എപ്പോഴും വിളിച്ച് കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം? ഞാൻ ഓരോ സ്ഥലത്തും ഓരോ ഐഡന്റിറ്റിയിലുള്ള ആളാണ്. ചില ഫ്രണ്ട്സിന്റെ കൂടെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള, അവരെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റാത്ത, അവരെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്ന ഫ്രണ്ട്സിനെ, ഫാമിലി, അങ്ങനെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ഇതിൽ നിന്നെല്ലാം ഡിറ്റാച്ച്ഡ് ആയിട്ട് പോയി പറയുന്ന പോലെ വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പിന്നെ ഈ റീൽസ് അയച്ചു കൊടുക്കുന്ന ഫ്രണ്ട്സ്. ഇപ്പം എന്നാൽ എവിടെയോ പറഞ്ഞു കേട്ടു ഇക്കന്നല്ലേ പറഞ്ഞത് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പ വഴിയാ റീൽസ് അയച്ചു. ഞാൻ നിങ്ങളെ പറ്റിയൊക്കെ ഓർക്കുന്നുണ്ട്. കാണിക്കാൻ ഏറ്റവും എളുപ്പമാണ്. കറക്റ്റ്. ഇപ്പം മറ്റേ റീൽസ് അയച്ചു കൊടുക്കുമ്പോ ആദ്യത്തെ 4 ഇതിന്റെ അകത്ത് എന്റെ പേര് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഇതിനകത്തില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അതിനകത്ത് അവരെനിക്ക് റീൽ അയക്കുന്നില്ല എന്നല്ലേ? അയച്ചു കൊടുക്കുന്നവർക്ക് മനസ്സിലാവും ആർക്കൊക്കെ അയച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഭയങ്കര കോംപ്ലക്സ്. അപ്പൊ നമ്മളിപ്പോ സെൻഡ് ചെയ്ത ഫസ്റ്റ് കുറച്ച് പേരുകൾ ഉണ്ടല്ലോ, അറിയാണ്ട് സജഷൻസ് വരും. അല്ല, അത് പക്ഷെ നമ്മുടെ പ്രൊഫൈലിൽ കയറി നോക്കിയല്ലേ കാണാൻ. അതല്ല, അടുത്തൊക്കെ ഇരിക്കുമ്പോ പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാൾക്ക് റീൽ അയച്ചോണ്ടിരിക്കുക പുള്ളിയുടെ, എന്നിട്ട് നമ്മൾ കാണുകയാണ് നമ്മൾ ആ ഫസ്റ്റ് ഒരു ലിസ്റ്റിലില്ലെങ്കിൽ അത് ഭയങ്കര ഈഗോ സങ്കടാവും അല്ലേ? അതാണ്. ഹക്കീം ചേട്ടാ പറയൂ, ക്യാരക്ടർ നെയിം എന്താണ്? ക്യാരക്ടർ നെയിം കിരൺ എന്നാണ്. ഈ പറഞ്ഞ ഇവരെല്ലാരും പറഞ്ഞ പോലെ ഒരു ആവറേജ് കാര്യമായിട്ട് എടുത്താൽ മതി, ഇത്രേ ഉള്ളൂ. ചേട്ടൻ വളരെ കുറച്ച് സംസാരിക്കും. കൊച്ചാണ് അത്. ഞാൻ ഈ 33 വയസ്സിൽ ഓക്കെ ഓക്കെ. എന്തായാലും അങ്ങനെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് ഒക്കെ അറിഞ്ഞു. നമ്മൾ നല്ല ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് ഈ ആസിഫ് അലി മൂവീസ്. ഇപ്പൊ തിയേറ്റേഴ്സിലേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം ഞാൻ എവിടെയോ ഒരു ഗ്രൂപ്പിലാണ് എവിടെയോ വായിച്ചു, കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് ആസിഫ് അലിക്ക് കൊടുക്കണം എന്ന് ഒരു അഭിപ്രായം ഉണ്ടായി, ഒരു ജനസംസാരം ഉണ്ടായിക്ക. അപ്പം ജീത്തു സാറിന്റെ ഒരു ഒപ്പീനിയൻ എന്താണ് ആസ് എ ഡയറക്ടർ? ഒരു ഫൈൻ ആക്ടറാണ്. ആ പറഞ്ഞതിനകത്ത് പ്രത്യേകിച്ചും കഴിഞ്ഞ ഇറങ്ങിയ സിനിമകളെല്ലാം തന്നെ വളരെ നല്ല പെർഫോമൻസും ആയിരുന്നു, നല്ല സിനിമകളുമായിരുന്നു. ആൻഡ് ഹിസ് സെലക്ഷൻ വാസ് വെരി ഗുഡ് ആക്ച്വലി. പിന്നെ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പൊക്കെ ഉള്ള സെലക്ഷൻസ്. അങ്ങനെ നമ്മളിത് സെലക്ട് ചെയ്യാൻ പഠിച്ചുകൊണ്ടല്ല ഭൂമിയിലേക്ക് വരുന്നത്. ബൈ എക്സ്പീരിയൻസ് ആണ് നമ്മളിത് പഠിക്കുന്നത്. നമ്മൾ ഒരെണ്ണം ചെയ്ത് നോക്കി, ഇത് ചെയ്ത് നോക്കി, അപ്പം നമ്മൾ ഇതിൻ്റെ രീതികൾ മനസ്സിലാക്കി, ഇപ്പം എങ്ങനെയാണ് ആൾക്കാർ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്, എങ്ങനെയാണ്, അങ്ങനെ ഇതൊരു ഇങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ പോയി വന്ന് നൗ ഈ സെലക്ടിങ് ബെഞ്ച് ഓഫ് ഗുഡ് ഫിലിംസ് ആക്ച്വലി. അത് നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല സിനിമകൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ നല്ല കഥകളുമായിട്ട് വരും കൂടെ വേണേ. ഇപ്പം ഇപ്പം ഞാനും കുറേ കഥകൾ കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കമ്പനിയൊക്കെ ഉണ്ട് നല്ല, ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഇപ്പം എൻ്റെ ഒരു അസോസിയേറ്റ് ചെയ്തൊരു പടം ചെയ്തു ഷൈനിയത്ത്, നമ്മൾ ഒത്തിരി കഥകൾ കേൾക്കുന്നുണ്ട്. 100 കഥ വരുമ്പോൾ അതിനകത്ത് 3 or 4 ആണ് കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളും മടുക്കും. പക്ഷെ ആ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കണം. ഐ തിങ്ക് അതിപ്പോൾ ആസിഫ് ചെയ്യുന്നുണ്ട്. ഈ തിരക്കിൻ്റെ ഇടയ്ക്കും അല്ലേ സിനിമകൾ കഥകൾ കേൾക്കാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് അത് കേട്ട് അത് ഇങ്ങനെ അതൊരു ഇതാണ്. ആൻഡ് പെർഫോമൻസ് സൈഡിലും ഇപ്പോൾ ഈ എൻ്റെ അസോസിയേറ്റ് ചെയ്തൊരു പടമുണ്ട് ലെവൽ ക്രോസ്. ഞാനത് എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ആ മേക്ക് ഓവറും ഇതൊക്കെ. അപ്പം ഡെഫിനറ്റ്ലി ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു.
ഇക്ക അത് മനഃപൂർവ്വമുള്ള ഒരു എഫേർട്ട് ആണെന്ന് തീർച്ചയായിട്ടും നമുക്ക് തോന്നുന്നുണ്ട്. എങ്ങനെയാണ്, ഹൗ ഡു യു ഇൻവെസ്റ്റ് യുവർ ടൈം ഇൻ ആ ഒരു എഫേർട്ടിനെ പറ്റിയിട്ടൊന്ന് പറയോ? സെലക്ടിങ് ഫിലിംസ് മീനാക്ഷി, ഞാൻ പണ്ടും ചെയ്തുകൊണ്ടിരുന്ന സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ്, ക്രൈറ്റീരിയ ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ എവിടേക്കോ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് കൊണ്ടുണ്ടായ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജഡ്ജ്മെന്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എല്ലാ സിനിമയും നമ്മൾ വിചാരിക്കുന്ന പോലെ സംഭവിക്കില്ല എന്നുള്ള റിയാലിറ്റിയിലേക്ക് ഞാൻ എത്തി. ചില കഥകൾ കേൾക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് വരും നമുക്ക്. ഇത് വേറെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ റെഫറൻസസ് ഒക്കെ പണ്ട് കണ്ടിട്ടുള്ള സിനിമകളൊക്കെ ഓർമ്മ വരും. പക്ഷെ നമ്മൾ അത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ലായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഡയറക്ടറിന് അത് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പ്രാക്ടിക്കലി ഒക്കെ കുറെ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. കുറച്ചും കൂടെ പേഷ്യൻസ് സെലക്ഷനിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ വേറെ ഭയങ്കര മാറ്റമൊന്നുമില്ല. ഇതെല്ലാം ഒരു സമയമാണ്. നല്ല സമയം വരുമ്പോ നല്ല നല്ലതാ. ഞാൻ ആക്ച്വലി ഇന്നലെ അപ്പുടെ ഫിൽമോഗ്രഫി എടുത്ത് നോക്കിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 2016-17 ആ സമയത്തിൽ മലയാള സിനിമയിലേക്ക് വരുന്നു മഹേഷിന്റെ പ്രതികാരം, ദ ബിഗ് ബ്രേക്ക് ഇസ് ഹാപ്പനിങ്. പിന്നെ 2019 തമിഴിലേക്ക് പോകുന്നത്. ആൻഡ് വൈകാതെ തന്നെ സൂര്യയുടെ ഒപ്പം റിപ്പോർട്ടർ ഇസ് ഹാപ്പനിങ്, അഗൈൻ എ ബ്ലോക്ക് ബസ്റ്റർ. പക്ഷെ വീണ്ടും യു മേഡ് ഷുവർ ദാറ്റ് മലയാളത്തിലേക്ക് തിരിച്ചു വന്ന് ഇവിടെയും സൂപ്പർ ഹിറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതൊരു വേണം എന്ന് വെച്ചിട്ടുള്ള ഡിസിഷനും നോക്കിയെടുത്തിട്ടുള്ള കാര്യമായിരുന്നോ? എനിക്ക് ബേസിക്കലി സിനിമ ചെയ്യാ, നല്ല സിനിമകളുടെ ഭാഗമാവുക എന്നുള്ളതാണ്. ഇപ്പൊ ഏത് ലാംഗ്വേജിലാണെങ്കിലും എല്ലാം സിനിമ എന്നുള്ളൊരു ബേസിസിലാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആക്ച്വലി മലയാളത്തില്, അതായത് ഞാൻ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്ത അതേ ലാംഗ്വേജിൽ എനിക്ക് നല്ല സിനിമകൾ കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു കോൺഷ്യസ് എഫേർട്ടിലൊന്നും അല്ല ഒന്നും സെലക്ട് ചെയ്യുന്നത്. നല്ല സിനിമകൾ എവിടുന്ന് വരുന്നോ അത് ചെയ്യാന്നുള്ളത് തന്നെയാണ് നോക്കാറുള്ളത്. ഇപ്പൊ കൊറേയൊക്കെ ഇപ്പൊ ജിത്തു സാറും ഇക്കയും പറഞ്ഞ പോലെ ഒരു ട്രയൽ ആൻഡ് എറർ പരിപാടി തന്നെയാണോ? ഉറപ്പായിട്ടും. ഇപ്പൊ നമ്മളൊരു കഥ കേൾക്കുമ്പോ നമുക്കൊരു വിഷൻ ഉണ്ടാവും. ചിലപ്പോ കഥ ഭയങ്കര നല്ലതായിരിക്കും, പക്ഷെ ചെയ്തു വരുമ്പോ പ്രോബബ്ലി അത് വർക്കായിന്ന് വരില്ല. ഇനിയിപ്പോ നല്ല സിനിമയാണെങ്കിൽ പോലും അത് തിയേറ്ററിൽ ഇറങ്ങുമ്പോ ഒരു ലാർജർ ഓഡിയൻസിന് ചിലപ്പോ അത് വർക്കായിന്ന് വരില്ല. ചിലപ്പോ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് വർക്കാവും. അപ്പം ഇറ്റ്സ് എ വെരി നമുക്ക് ഒട്ടും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത്. നമുക്കിപ്പോ ഒരു കഥ കേട്ട് അത് ഇഷ്ടമായി, നമ്മളൊരു ഗട്ട് ഫീലിംഗിൽ അത് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു സ്റ്റെപ്പ്. ഇക്ക ഈ ഒരു സ്റ്റെപ്പ് എടുക്കുന്ന സംഭവത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇക്കയുടെ ഒരു ഇത് വെച്ചിട്ട് എപ്പോഴാണ് ഒരു ആക്ടറുടെ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ്, ലൈക്ക് ഭയങ്കര റോ ആയിട്ട് ബീങ് ആൻ ആക്ടർ എങ്ങനെയാണ് സ്ട്രഗിൾസ്, വാട്ട് ഓൾ യു ഗോ ത്രൂ എന്നുള്ള കാര്യമൊക്കെ ഇക്ക സംസാരിച്ച് ഇക്കയുടെ ഇന്റർവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അക്കോർഡിംഗ് ടു യു എങ്ങനെയായിരിക്കും ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിനെയും പിന്നെ ഒരു സക്സസ്ഫുൾ ഫേസിനെയും ഡിഫൈൻ ചെയ്യാം? ഞാനിപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറഞ്ഞ പോലെ വരുന്ന ചൂസ് ചെയ്യാനുള്ള സബ്ജക്ട്സുകൾ വളരെ കുറവാണ്. പിന്നെ ഉള്ളത് കിട്ടുന്നത് നന്നായിട്ട് ചെയ്യാം, അതിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ല ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള, എനിക്ക് വളരെ ഇഷ്ടം, ടീച്ചറൊക്കെ കണ്ടിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആക്ടറാണ്. സോ ഡെഫിനറ്റ്ലി എന്തായാലും ഒക്കെ പറഞ്ഞ പോലെ എന്തായിരുന്നു പടത്തിന്റെ പേര്? വടക്കൻ, ആ ലോറിയുടെ ഫ്രണ്ടിൽ കടകൻ. ആ ഒറ്റ പോസ്റ്റർ മതി ഇത് എന്താണെന്ന് അറിയാൻ. എനിക്ക് ഭയങ്കര, ഞാൻ ഫസ്റ്റ് അത് സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോ ഞാൻ ഓക്കെ ഇത് കൊള്ളാം എന്ന് തോന്നിപ്പോയ ഒരു സാധനമായിരുന്നു. ഒരു ചാർജ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ട്, ഭയങ്കര രസമായിട്ടത്. ഞാൻ സാറിന്റെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു മിരാജ്, ഇതൊരു സ്കിൻസോഫ്രീനിയ അതൊക്കെ എന്താ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് വിശ്വസിച്ച് പിടിക്കണ്ട. അപ്പം അങ്ങനെ ഒരു മെന്റൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള മൂവിയാണ് എന്ന് മൂവി ബഫ്സ് ഡിസ്കസ് ചെയ്ത് കേട്ടിരുന്നു. കണ്ടുപിടിച്ച് ഈ ഇന്റർവ്യൂ തന്റെ വായിലായിരിക്കും. ജീത്തു സർ അതൊരു ക്വസ്റ്റ്യൻ ആണ്, മൂവി ബഫ്സ് ആക്കി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ അതാണോന്ന് നിങ്ങൾ തിരിച്ചറിയും, അതല്ലയോ എന്ന് തിരിച്ചറിയും. അപ്പൊ നിങ്ങൾ തിയേറ്ററിലേക്ക് വരിക, നിങ്ങൾ അതാണെന്ന് പ്രതീക്ഷിച്ച് വരിക. അപ്പൊ നിങ്ങൾക്ക് അതാണോ അല്ലയോ എന്നുള്ള ഉത്തരം കിട്ടും. അതെ, ആൻസർ കേട്ടോ. നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും സാറിന്റെ അടുത്തൊന്നും കിട്ടത്തില്ല.